തനിക്ക് ADHD എന്ന രോഗാവസ്ഥ ഉണ്ടെന്നും കുട്ടിക്കാലത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ADHD ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരുന്നു. ഫഹദിന്റെ തുറന്നു പറച്ചിലൂടെ ഈ കണ്ടീഷനെ കുറിച്ച് ഒരുപാട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ADHD രോഗാവസ്ഥ? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട തകരാറാണ് ADHD. കൂടുതലും കുട്ടികളിലാണ് ഈ രോഗാവസ്ഥ കണ്ടുവരുന്നത്. അശ്രദ്ധയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെയാണ് ലക്ഷണങ്ങൾ. ഇത് പഠനത്തെ പോലും ബാധിച്ചേക്കാം. വളരെ വേഗം അസ്വസ്ഥരാകുക, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനോ കഴിയാതെ വരിക, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, വളരെ പെട്ടെന്ന് ബോറടിക്കുക, ക്ഷമയില്ലാത്ത അവസ്ഥ തുടങ്ങിയവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ADHD വരാനിടയാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള ജനനവും കുറഞ്ഞ ഭാരവും, ജനിതക ഘടകങ്ങൾ, മസ്തിഷ്ക പരിക്കും ആഘാതവും ഇവയൊക്കെയാണ് ADHDക്ക് കാരണം. ഇതേ പ്രശ്നങ്ങൾ മുതിർന്നവരിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് സത്യം. ADHDയുടെ മുതിർന്നവരിലെ ചില ലക്ഷണങ്ങൾ നോക്കാം. സമയം ക്രമീകരിക്കാൻ കഴിയാതെ വരിക, ഇഷ്ടമുള്ള ചില കാര്യങ്ങളിൽ മാത്രം അമിതമായി മുഴുകിയിരിക്കുക, അപ്പോൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ മറന്നു പോകുക, കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിയാതെ വരിക, മറ്റുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷമയില്ലായ്മ മൂലം ഇടയ്ക്ക് കയറി സംസാരിക്കുക, ഇതെല്ലാം തന്നെ മുതിർന്നവരിൽ ADHDയുടെ ലക്ഷണങ്ങളാണ്. ഇത് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ജീവിത അവസാനം വരെ ഈ രോഗാവസ്ഥ നമ്മളെ വേട്ടയാടുന്നു. കുട്ടികളുടെ ലക്ഷണങ്ങളും നമ്മൾ പൊതുവെ കാര്യമാക്കാറില്ല. പലതും കുട്ടികളുടെ കുസൃതികളായിട്ടാണ് മാതാപിതാക്കൾ കണക്കാക്കുന്നത്. ശാരീരിക രോഗാവസ്ഥ പോലെ തന്നെ ശ്രദ്ധ കിട്ടാതെ പോകുന്നതാണ് പലപ്പോഴും മാനസിക പ്രശ്നങ്ങൾ. രോഗാവസ്ഥ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഉടൻ തന്നെ കൃത്യമായി ചികിത്സ നൽകണം. ബിഹേവിയറൽ തെറാപ്പിയാണ് ADHDയുടെ ആദ്യഘട്ട ചികിത്സ. പിന്നീട് ഘട്ടം ഘട്ടമായി ഈ അവസ്ഥ മാറ്റിയെടുക്കാം. You are watching India's first NGO television, Malanadu TV India.